പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. करता हूँ मैं तुझसे प्रार्थना, महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पर कर। പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂൺ മാസം 4-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പ്രതീക്ഷകൾ അവസാനിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക്. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാമിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ചിന്തിക്കുന്നത് പ്രതീക്ഷ അവസാനിച്ചെടുത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. ഞാൻ നിങ്ങളും വായിച്ചു കേട്ട കുറിവാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. പത്രോസിനെ ഹെരോദാവ് കാരാഗ്രഹത്തിൽ ആക്കിയിരിക്കുകയാണ്. യാക്കോബിനെ കൊന്ന ശേഷം യഹൂദ ജനത്തിന് അത് പ്രസാദമായെന്ന് തോന്നിയിട്ട് പത്രോസിനെയും കൂടെ കാരാഗ്രഹത്തിൽ പിടിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ഹെരോദാവ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പത്രോസിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. യഹൂദ ജനം മുഴുവൻ പ്രതീക്ഷിക്കുന്നത് പത്രോസിന്റെ അവസാനമാണ്. എന്നാൽ തൻ്റെ ഭക്തന് വേണ്ടി അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്ന് തന്നെ പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളും ജീവിതത്തിലെ എല്ലാ സാധ്യതകളും അവസാനിച്ചു, ജീവിതത്തിൽ ഇനി വഴിയില്ല എന്ന് പറഞ്ഞാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഇന്നും ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ഒരു സാധ്യതയില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിനകത്ത്, ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ വിഷയത്തിനകത്ത്, ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന നിങ്ങളുടെ കുടുംബ വിഷയത്തിനകത്ത് എൻ്റെ കർത്താവ് ദൂതനെ അയച്ച് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. ഇതേപോലെ തന്നെ ഒരു വചനഭാഗം നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുക്കപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോടുകൂടെ ഉണ്ടായിരുന്നു. 13-ാമത്തെ വാക്യം. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. പ്രിയരെ, ഈ വായിച്ചു കേട്ട വാക്യം എല്ലാവർക്കും സുപരിചിതമാണ്. വിധവയ്ക്ക് ഏകമകനായിരുന്നു, അവനും മരിച്ചുപോയി. അവളുടെ പ്രതീക്ഷ എല്ലാം അവസാനിക്കുന്നു. അവളോട് ചോദിച്ചാൽ അവൾ പറയും, ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്, ഹല്ലേലൂയ, കഷ്ടപ്പെട്ടത് മുഴുവൻ ഈ മകന് വേണ്ടിയാണ്. എന്നാൽ അവനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇനി ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കും? എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലല്ലോ, അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാത്ത ഭാരത്തിൽ കരഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പുരുഷാരത്തോടുകൂടി അവൾ വരികയാണ്. ആഴമായി ഞാൻ നിങ്ങളോട് പറയാം, ആ കൂട്ടത്തിൽ വരുന്ന പുരുഷാരത്തിൽ നിന്നും അവളുടെ വിഷയത്തെ സഹായിക്കാൻ കഴിയത്തില്ല. അവരൊന്നും പറയുന്ന ആശ്വാസവാക്കുകൾ അവളെ ആശ്വസിപ്പിക്കുന്നതല്ല. എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരുടെ ദൂത് പറയാണ്,
ലോകത്തിന് നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത മേഖലകളിൽ, ലോകത്തിന് നിന്നെ താങ്ങാൻ പറ്റാത്ത വഴികളിൽ എൻ്റെ കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി നീളാൻ പോവുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ആ അത്ഭുതമായ മനസ്സലിവ് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഈ പ്രഭാതത്തിൽ പൂർണ്ണഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്കും വേണ്ടിയും ഞാൻ അത്ഭുതം വിളിച്ചു പറയുകയാണ്. ആ വിധവയുടെ കണ്ണുനീരെ തുടച്ച ആ മകനെ വീണ്ടും ആ വിധവയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത അതേ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കാനാവിലെ കല്യാണ വീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ കല്യാണ വീട്ടിൽ എല്ലാം അവസാനിച്ചു എന്ന് ലോകം പറയുമ്പോൾ, ആ വീട്ടിലുള്ളവർ പറയുമ്പോൾ, യേശു കർത്താവ് പറയുന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാൻ കഴിയുന്നവൻ. അല്ലെങ്കിൽ അവൻ പറയുന്നു, ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇനി അടുത്ത ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ ഐസിയുലാണ്, വെന്റിലേറ്ററിലാണ്. അല്ലെങ്കിൽ ലോകം പറയുന്നു ജപ്തി നടക്കും. ഇങ്ങനെയുള്ള പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരോട് പറയുന്നു, ഭാരപ്പെടേണ്ട, പ്രതീക്ഷ അവസാനിച്ചെടുത്ത് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു പത്രോസിന്റെ ആ പടകിൽ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്കറിയാം മുക്കുവന്മാരുടെ പ്രത്യേകത, രാത്രി മുഴുവൻ അധ്വാനിച്ചു എങ്കിൽ പിന്നെ അടുത്ത സമയങ്ങളിൽ വീണ്ടും ജോലിക്ക് പോകത്തില്ല. എന്നാൽ വല കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ പ്രതീക്ഷ അവസാനിച്ചെടുത്ത് അടുത്ത മിനിറ്റിൽ വലത് സൈഡിൽ അത്ഭുതമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വല ആഴത്തിൽ ഇറക്കാൻ പറയുന്ന യേശുവിനെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇനി നീ മണിക്കൂറുകൾ അധ്വാനിക്കേണ്ട, അടുത്ത എൻ്റെ വാക്കിനകത്ത് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഭാരപ്പെട്ട വിഷയത്തിനകത്ത് ഇന്ന് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. 4-ാമത്തെ ദിവസം ഇതാ ലാസറിന്റെ കല്ലറയോട് അടുക്കുന്ന യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ലാസറിന്റെ സഹോദരി മാർത്ത ഓടി വന്ന് പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. അവൻ മരിച്ചിട്ട് 4 ദിവസമായി. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു, വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. ഇന്നും എന്നെ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ലോകം അവസാനിച്ചെന്ന് പറയുന്ന സാഹചര്യമില്ലെന്ന് പറയുന്നിടത്ത് നീ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഒരത്ഭുതം പ്രതീക്ഷിക്കാമെങ്കിൽ പ്രതീക്ഷകൾ തീർന്നെടുത്ത് ഇതാ ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കാൻ പോകുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. കർത്താവെ, ഇന്ന് ഒരു ഭയങ്കര സാക്ഷ്യം ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി അത് തുറക്കണമേ അപ്പ. ഇതൊരു സാക്ഷ്യത്തിന്റെ ദിവസമാക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. അല്ലെങ്കിൽ ചില വർഷങ്ങളായിട്ട് അത് നടക്കുന്നു. ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, ഉറപ്പായും നിങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാട്ടെ. കർത്താവിന്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.